രാവിലെ എണീറ്റ് ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം അന്നത്തേക്കുള്ള വെള്ളം ചൂടാക്കുന്നതാണ്. എന്താ കുഞ്ഞു? ഇരിക്കുന്ന വെള്ളം ഞാൻ 2 days കൊണ്ടുവന്ന് പൊതുവെ ഇവിടെ പുറത്തിറക്കാറില്ല. പക്ഷേ ടെറസിലേക്ക് ബ്ലാങ്കറ്റ് വിരിക്കാൻ പോയപ്പോൾ ഞങ്ങൾ അവളെയും കൊണ്ടുപോയി. പിന്നെ അവൾക്ക് പുറം ലോകം ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഈ വീഡിയോയിൽ കാണുന്ന വലുപ്പമല്ല കേട്ടോ നേരിട്ട്. ഞങ്ങളിവിടെ കണ്ടിട്ട് വീട്ടിൽ പോകുമ്പോൾ അവിടുത്തെ ക്യാറ്റ്സിനെ കാണുമ്പോൾ വളരെ വലുതുപോലെ തോന്നും, ഒരു കുഞ്ഞായതുകൊണ്ട്. ഹായ് ഗായ്സ്, അപ്പം ഇപ്പോൾ നമുക്ക് കുഞ്ഞിന് കുറച്ച് പാല് കഴിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാം. ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് കോഫി. ജസ്റ്റ് വാണ്ട് ടു ട്രൈ സംതിങ്. ഇത് ടൈഡിൽ നിന്നുള്ള റിഫ്ലക്ഷൻ ആണ്. കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കുറച്ച് പൂച്ചക്കുഞ്ഞിനും ആൻഡ് ബാക്കി കോഫി ഉണ്ടാക്കാനും എടുക്കും. I'm not sure that you guys can see me or not. നമ്മൾ യൂസ് ചെയ്യുന്നത് നെസ്കഫെ ക്ലാസിക്കിൻ്റെ കോഫി പൗഡറാണ്. It's pretty good. കുഞ്ഞു പാലാവു കേട്ടോ. എന്താ നമുക്ക് പൂച്ചക്കുഞ്ഞിനുള്ള പാല് റെഡിയാക്കാം. നെക്സ്റ്റ് നമ്മൾക്ക് കുഞ്ഞിന് പാൽ കൊടുക്കാം. ആക്ച്വലി ഇത് ഒഴിച്ചു കൊടുത്താൽ കുടിക്കും, പക്ഷേ 2 വട്ടം നുണയൊക്കെ ഉള്ളൂ. അപ്പം അതിൻ്റെ വിശപ്പ് മാറില്ല. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ എനിക്കൊരു സമാധാനം. വിശപ്പ് മാറില്ലെന്നല്ല, എനിക്ക് കുറച്ച് ഇതാണ് വിശപ്പ് മാറിക്കാണുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ കൊടുത്താൽ എനിക്ക് സമാധാനം. പിടിക്കേ കുഞ്ഞുമായിരുന്നു വരട്ടെ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആൾ കിടന്ന് ഉറങ്ങിക്കോളൂ ഇനി കുറച്ച് നേരം. പിന്നെ ഭയങ്കര അക്രമമായിരിക്കും എനിക്ക് കളിയുടെ. മതിയോ? Okay guys, now it's time to make breakfast. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കില്ല. ലൈക്ക് ബ്രെഡ് ടോസ്റ്റ് ആൻഡ് എഗ് ബോയിൽ ചെയ്തത്, കട്ട് ഫ്രൂട്ട്സ്, മിൽക്ക്, ഇത്രയാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കാരണം എനിക്ക് രാവിലെ എണീറ്റതും കിച്ചണിൽ കയറി ഇങ്ങനെ ഒരുപാട് പണി ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല. ആൻഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളായിരിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. അടുത്തത് വാട്ടർമെലൺ കട്ട് ചെയ്യാം. ആക്ച്വലി വലിയ നൈഫ് വേണം, ബട്ട് വലിയ നൈഫ് എനിക്ക് വലിയ താല്പര്യമില്ല.
പീസ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആൻഡ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് നേരം റെസ്റ്റാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ചൂടത്ത് എന്താ ഇവള് ജാക്കറ്റൊക്കെ ഇട്ട് കാണിക്കുന്നതെന്ന്. ആക്ച്വലി ഞാൻ പാലക്കാട് നിന്ന് വന്നതുകൊണ്ട് ഇവിടുത്തെ സമ്മർ എനിക്ക് തണുപ്പ് തന്നെയാണ്. ലൈക്ക് പാലക്കാട്ടിലെ ഇതിൻ്റെ എക്സ്ട്രീം വേർഷൻ ആണല്ലോ ചൂട്. അപ്പം ഇതിൻ്റെ എക്സ്ട്രീമാണ് ചൂട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ചൂട് പോലെ എനിക്ക് നോർമൽ നമ്മളുടെ നാട്ടിലൊരു ഒക്ടോബർ നവംബർ സമയത്തൊരു ക്ലൈമറ്റായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഉച്ച സമയത്ത് പുറത്തിറങ്ങിയാൽ നല്ല വെയിലുണ്ട്. ഉഷ്ണമില്ല എനിക്കിവിടെ, പക്ഷെ പുറത്തിറങ്ങിയാൽ വെയിൽ അടിക്കും. പക്ഷെ ഉഷ്ണമില്ല അധികം. ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ, പാലക്കാടൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് ഇരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എസ്പെഷ്യലി ഈ ഒരു സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് ഇവിടെ പുറത്ത് ഉച്ച സമയത്ത് ഇറങ്ങിയാൽ നല്ല വെയിലുണ്ട്. ബട്ട് ഉഷ്ണം കുറവുണ്ടെന്നല്ല, ഉഷ്ണമില്ല. അശ്വിൻ ഉറക്കി കൊടുത്തിട്ട് പോയേക്കുക. ഇവിടെ ഉറങ്ങുമ്പം കുഞ്ഞ് സൗണ്ട് കേട്ടാൽ പോലും എണീക്കും. നമ്മുടെ കുഞ്ഞാണോ? ഞാൻ കുറച്ച് നേരം ഫ്രീ ടൈമാണ്. എന്തെങ്കിലും കാണാമെന്ന് വെച്ച്. യുഫോറിയ കണ്ടിട്ടുണ്ടോ? യുഫോറിയയിലെ സീസൺ 3 റിലീസായി. 2 എപ്പിസോഡ്സാണ് വന്നിരിക്കുന്നത്. 3rd എപ്പിസോഡ് ഇന്ന് റിലീസാണെന്ന് തോന്നുന്നു. സോ എനിവേസ് അത് കാണണം. എന്നെ ഇവിടെ വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് അച്ഛനും പിന്നെ അക്കും കൂടെ പാർക്കിൽ പോയി.